നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. വരന്തരപ്പള്ളി ആറ്റപ്പള്ളിയിൽ പടക്കം പൊട്ടിത്തെറിച്ച് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. ആറ്റപ്പള്ളി പള്ളത്ത് വീട്ടിൽ ആന്റുവിന്റെ മകൻ ഷാർബൻ, ആറ്റപ്പള്ളി വെളുത്തെടുത്ത് വിശ്വന്റെ മകൻ അദ്വൈത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇക്കുറിയും പുതിയ പാലമെന്ന വാഗ്ദാനവുമായി സ്ഥാനാർത്ഥികൾ വരുമെന്ന പ്രതീക്ഷയിലാണ് കൊടുങ്ങല്ലൂരിലെ ചാലക്കുളം പ്രദേശത്തുകാർ. 7 പതിറ്റാണ്ടിലധികം കാലപ്പഴക്കമുള്ള മേത്തലയിലെ മാണിമക്കത്തോട് പാലം ജീർണാവസ്ഥയിൽ. നീതിന്യായ സംവിധാനത്തിലെ പെൺപെരുമയുമായി കണ്ണകിയുടെ നഗരം. കൊടുങ്ങല്ലൂരിൽ പ്രവർത്തിക്കുന്ന 4 കോടതികളുടെയും ചുമതല വനിതകൾക്കാണെന്നത് യാദൃശ്ചികമായ ആശ്ചര്യം. വാർത്തകൾ വിശദമായി. വരന്തരപ്പള്ളി ആറ്റപ്പള്ളിയിൽ പടക്കം പൊട്ടിത്തെറിച്ച് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. ആറ്റപ്പള്ളി പള്ളത്ത് വീട്ടിൽ ആന്റുവിന്റെ മകൻ 12 വയസ്സുള്ള ഷാർബൻ, ആറ്റപ്പള്ളി വെളുത്തെടുത്ത് വിശ്വന്റെ മകൻ 8 വയസ്സുള്ള അദ്വൈത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഷാർബന്റെ വലതുകൈയുടെ വിരലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അദ്വൈതിന്റെ പരിക്ക് നിസ്സാരമാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. വീടിന് സമീപത്തെ ഉത്സവം കഴിഞ്ഞ ക്ഷേത്രപ്പറമ്പിൽ പൊട്ടാതെ കിടന്ന പടക്കങ്ങളെടുത്ത് 2 പേരും ചേർന്ന് കത്തിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ചാണ് അപകടം സംഭവിച്ചത്. കുറച്ച് ദിവസം മുൻപാണ് ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞത്. ഉത്സവത്തിന് വെടിക്കെട്ട് നടത്തിയതിൽ നിന്ന് പൊട്ടാതെ കിടന്ന പടക്കമാണ് ക്ഷേത്രപ്പറമ്പിൽ കളിക്കാനെത്തിയ കുട്ടികൾക്ക് കിട്ടിയത്. പരിക്കേറ്റ 2 പേരെയും കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇക്കുറിയും പുതിയ പാലമെന്ന വാഗ്ദാനവുമായി സ്ഥാനാർത്ഥികൾ വരുമെന്ന പ്രതീക്ഷയിലാണ് കൊടുങ്ങല്ലൂരിലെ ചാലക്കുളം പ്രദേശത്തുകാർ. 7 പതിറ്റാണ്ടിലധികം കാലപ്പഴക്കമുള്ള മേത്തലയിലെ മാണിമക്കത്തോട് പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങൾ ഏറെയായി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന പാലം ജീർണാവസ്ഥയിലാണ്. പണ്ടുകാലത്ത് കെട്ടുവള്ളങ്ങളും ചരക്കുവഞ്ചികളും കടന്നുപോകുന്ന വിധത്തിൽ ഉയരത്തിൽ പണിത നടപ്പാലം കോട്ടപ്പുറം ചന്തയെയും അഴീക്കോട് മേഖലയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന യാത്രാമാർഗമായിരുന്നു. മോട്ടോർ വാഹനങ്ങൾ സർവ്വസാധാരണമാകുന്നതിന് മുൻപ് ചന്തയിൽ നിന്നും ചരക്ക് തലച്ചുമടായി കൊണ്ടുപോയിരുന്നത് ഇതുവഴിയാണ്. പിന്നീട് മറ്റ് യാത്രാമാർഗങ്ങൾ വന്നതോടെ മാണിക്യപ്പാലത്തിന്റെ പ്രൗഢി നഷ്ടപ്പെട്ടുവെങ്കിലും ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഇന്നും ഏറെയാണ്. KP രാജേന്ദ്രൻ റവന്യൂ മന്ത്രിയായിരിക്കെ പുതിയ പാലം പണിയുന്നതിന് ചില നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. 2017 സംസ്ഥാന ബജറ്റിൽ പാലം നിർമ്മാണത്തിനായി 1 കോടി രൂപ നീക്കിവെച്ചുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. പിന്നീട് മുസിരിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലം പുനർനിർമ്മിക്കുമെന്ന പ്രഖ്യാപനവും വെള്ളത്തിൽ വരച്ച വരകണക്കെയായി. എല്ലാ തെരഞ്ഞെടുപ്പ് കാലങ്ങളിലും MM തോട് പാലം നിർമ്മിക്കുമെന്ന വാഗ്ദാനം സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വയ്ക്കാറുണ്ടെന്നും എന്നാൽ അത് പ്രാവർത്തികമാക്കാറില്ലെന്നും നാട്ടുകാർ പറയുന്നു. കാലാകാലങ്ങളിൽ അഴീക്കോട് മുതൽ കോട്ടപ്പുറത്തും ചന്തയിലും മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എളുപ്പവഴിക്ക് പോകുന്ന ഒരു പാലം വരുന്നത്. കുറച്ച് നാളുകളായിട്ട് ഈ പാലം ഇതേ കണ്ടീഷനിൽ വളരെ ജീർണാവസ്ഥയിലാണ്. മാറി ഇവിടെ ഭരിക്കുന്നവർ ഇലക്ഷൻ വരുന്ന ടൈമിൽ ഇതിപ്പോൾ ശരിയാവും അങ്ങനെ പല പ്രാവശ്യം ഇവിടെ 1 കോടിയുടെ 50 ലക്ഷത്തിൻ്റെ ഒക്കെ ബോർഡ് വെച്ച് ഇന്ന് വരെ ഈ പാലം വളരെ ഒന്നും കൂടെ മോശമാവാന്നല്ലാണ്ട് ഇതുവരെയും ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. മുസിരിസ് പൈതൃക പദ്ധതി പ്രദേശങ്ങളായ കോട്ടപ്പുറത്തെയും അഴീക്കോടിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും ദൂരം കുറഞ്ഞ വഴിയെന്ന സവിശേഷത മാണിമയ്ക്കപ്പാലം കടന്നുള്ള റോഡിനുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് നടപ്പാലമായി നിലകൊള്ളുന്ന ഏക പാലമാണിത്. പുതിയ പാലമെന്ന നാടിന്റെ ആവശ്യത്തിന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പോടെയെങ്കിലും പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. നീതിന്യായ സംവിധാനത്തിലെ പെൺപെരുമയുമായി കണ്ണകിയുടെ നഗരം. കൊടുങ്ങല്ലൂരിൽ പ്രവർത്തിക്കുന്ന 4 കോടതികളുടെയും ചുമതല വനിതകൾക്കാണെന്നത് യാദൃശ്ചികമായ ആശ്ചര്യമാണ്. കൊടുങ്ങല്ലൂർ ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി സ്പെഷ്യൽ ജഡ്ജി V. വിനീത, കൊടുങ്ങല്ലൂർ മുൻസിഫ് K. കാർത്തിക, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് KN. ആശ, ഗ്രാമീണ ന്യായാലയം ന്യായാധികാരി റീജ R. നായർ എന്നിവരാണവർ. വനിതാ ദിനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ ബാർ അസോസിയേഷൻ ഇന്ന് സംഘടിപ്പിച്ച ചടങ്ങിൽ 4 വനിതാ ന്യായാധിപന്മാരും ഒന്നിച്ചു. സ്പെഷ്യൽ ജഡ്ജി V. വിനീത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുൻസിഫ് K. കാർത്തിക വനിതാ ദിന സന്ദേശം നൽകി. അഡ്വക്കേറ്റ് NA. സുജാത അധ്യക്ഷത വഹിച്ചു. മജിസ്ട്രേറ്റ് KN. ആശ, ന്യായാധികാരി റീജ R. നായർ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് KP. മനോജ്, അഭിഭാഷകരായ CK. പവിത്രൻ, KM. നൂർജഹാൻ, AS. നീതു, ഹാരിസ് എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ സേവാഭാരതി ദിവസേന നടത്തിവരുന്ന അന്നദാനം വനിതാ ദിനം പ്രമാണിച്ച് വനിതകൾ തന്നെ പൂർണ്ണമായും ഏറ്റെടുത്ത് നടത്തി. NSS കരയോഗങ്ങൾ വിവിധ തലങ്ങളിലായി നടത്തിയ തിരുവാതിരക്കളി മത്സരങ്ങളിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ വിജയികളായ കൂടപ്പുഴ വനിതാ സമാജം ടീം അംഗങ്ങളായ സന്ധ്യ അനിയൻ, ശ്രീവിദ്യ സുരേഷ്, ദീപ പ്രകാശ്,
സൂര്യ ആദർശ്, സരിത രഞ്ജിത്ത്, കൃഷ്ണപ്രിയ, ശബരീഷ്, രജിത രഞ്ജിത്ത്, മാളവിക ജയറാം എന്നിവർ ചേർന്നാണ് വാഹനത്തിൽ കൊണ്ടുവന്നതും പതിവ് ഭക്ഷണത്തോടൊപ്പം മധുരവും വിളമ്പിയത്. കൂടാതെ കഴിഞ്ഞ 1 വർഷമായി ഭക്ഷണം തയ്യാറാക്കി നൽകിക്കൊണ്ടിരിക്കുന്ന ഉഷ തമ്പായിയെ ചടങ്ങിൽ ആദരിച്ചു. സേവാഭാരതി പ്രവർത്തകരായ കെ പീതാംബരൻ, രഞ്ജിത്ത് ഉണ്ണികൃഷ്ണൻ, ശിവകുമാർ, VR രാധാകൃഷ്ണൻ, രമണി രാധാകൃഷ്ണൻ, KB ഉണ്ണികൃഷ്ണൻ എന്നിവരും സന്നിഹിതരായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ആരംഭിച്ച സർവമത സമ്മേളനം ശതാബ്ദിയുടെ നിറവിൽ. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് 23 വർഷങ്ങൾക്ക് മുമ്പാണ് ആലുവ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരു വിളിച്ചു ചേർത്ത ഏഷ്യയിലെ ആദ്യ സർവമത സമ്മേളനം നടന്നത്. ശിവരാത്രി ദിവസം വൈകിട്ട് 5-ന് സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ഉദ്ഘാടനം ചെയ്യും. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനാവും. മന്ത്രി VN വാസവൻ മുഖ്യാതിഥിയാകും. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി പറവൂർ ബ്ലോക്ക് തല കിസാൻ മേള സംഘടിപ്പിച്ചു. കിസാൻ മേള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടുവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KS ഷാജി അധ്യക്ഷനായി. സെമിനാറിൽ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഫാൻസി പരമേശ്വരൻ പദ്ധതി വിശദീകരണം നടത്തി. അനീജ വിനു, PM രാജഗോപാൽ, ജെൻസി തോമസ്, പ്രതീക്ഷ അനിൽകുമാർ, സെബാസ്റ്റ്യൻ തോമസ്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശശി മേനോൻ, കൃഷി ഓഫീസർ അതുൽ മണപ്പാടൻ എന്നിവർ സംസാരിച്ചു. ബൈക്കിലെത്തി സ്ത്രീകളുടെ മാല മോഷ്ടിക്കുന്ന സംഘത്തിലെ ഒരാളെ കൂടി ഒല്ലൂർ പോലീസും കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ സ്വദേശി അമ്പാടിയിൽ വീട്ടിൽ പ്രദീപാണ് അറസ്റ്റിലായത്. കേസിലെ ഒരു പ്രതി ആലപ്പുഴ താമരക്കുളം സ്വദേശി സനലിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇരുവരെയും മോഷണം നടന്ന വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ മാസം 26, 27 തീയതികളിലായി ഒല്ലൂർ, തലോർ, ഇളംതുരുത്തി, അഞ്ചേരി, കേശവപടി, വിയൂർ, വടക്കാഞ്ചേരി, തൃശൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് പ്രതികൾ ബൈക്കിലെത്തി മാല മോഷണം നടത്തിയത്. അഴീക്കോട് ഗവൺമെന്റ് UP സ്കൂളിൽ പഠനോത്സവം നടന്നു. ക്ലാസ് തലത്തിൽ 1 മുതൽ 7 വരെ ക്ലാസ്സിലെ കുട്ടികളുടെ മികവുകളുടെ അവതരണം, തുടർന്ന് പഠനോൽപ്പന്നങ്ങളുടെ പ്രദർശനം എന്നിവ നടന്നു. ഇംഗ്ലീഷ് സ്കിറ്റ്, ഗോത്ര സമൂഹത്തിന്റെ നൃത്തം, ഗണിത തിരുവാതിര, കവിതയുടെ നൃത്താവിഷ്കാരം, സയൻസ് പരീക്ഷണങ്ങൾ, പാട്ടുകൾ, സംഭാഷണങ്ങൾ, പ്രസംഗങ്ങൾ തുടങ്ങിയ ഇനങ്ങളുടെ അവതരണങ്ങൾ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. എറിയാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകപ്പാടത്ത്, PTA, SMC, MPTA തുടങ്ങിയവയുടെ പ്രതിനിധികളും മറ്റു രക്ഷിതാക്കളും പങ്കെടുത്തു. മാല്യങ്കര SNM പോളിടെക്നിക് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാഘോഷം നടന്നു. കൊടുങ്ങല്ലൂർ മെഡിക്കെയർ ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ നിഷി ഉദ്ഘാടനം ചെയ്തു. എല്ലാ ദിവസവും സ്ത്രീകളുടെ ദിവസങ്ങൾ തന്നെയാണ്. എങ്കിലും വനിതാ ദിനം ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് ആചരിക്കാൻ കാരണം പുരാതന കാലം തുടങ്ങി തന്നെ സ്ത്രീകൾക്ക് പല വിധത്തിലുള്ള വേർതിരിവുകൾ സമൂഹത്തിൽ നേരിടേണ്ടി വന്നിരുന്നു. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവാം, വളരെ കാലം മുമ്പ് മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കാൻ പോലും താഴെ ജാതിയിലുള്ള സ്ത്രീകൾക്ക് അവകാശമുണ്ടായിരുന്നില്ല. അതിനൊക്കെ എതിരായിട്ട് നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളും പുരുഷന്മാരും വളരെയധികം പ്രയത്നിച്ച് അവസാനം അതെല്ലാം അങ്ങനെയുള്ള അനാചാരങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്തിട്ടുണ്ട്. ഇന്ന് സ്ത്രീകൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എല്ലാ മേഖലകളിലും ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ്. കോളേജ് പ്രിൻസിപ്പൽ KP പ്രതീഷ് അധ്യക്ഷത വഹിച്ചു. SNM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിത TH, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിഭാഗം മേധാവി ബെൻസി J ഓടക്കൽ, കോളേജ് വിദ്യാർത്ഥി ഫെബ എന്നിവർ സംസാരിച്ചു. കോളേജിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിഭാഗം വിദ്യാർത്ഥികൾ സ്വന്തമായി വികസിപ്പിച്ച ഓട്ടോമാറ്റിക് നാപ്കിൻ വെൻഡിംഗ് മെഷീനിന്റെ ഉദ്ഘാടനം ഡോക്ടർ നിഷി നിർവഹിച്ചു. എരവത്തൂർ SKV LP സ്കൂൾ വാർഷികാഘോഷവും രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. കൂടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സ്കൂളിലും പ്രൈവറ്റ് മാനേജ്മെന്റ് സ്കൂളിലൊക്കെ മലയാളം മീഡിയം സ്കൂളുകളിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ വരവോടുകൂടി വിദ്യാർത്ഥികൾ എണ്ണം ക്ഷയിച്ചപ്പോൾ സർക്കാരിൻ്റെ എല്ലാ മാറി വന്ന സർക്കാരുകളുടെ നേതൃത്വത്തിൽ പാഠ്യേതര വിഷയങ്ങളിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് സിലബസുകളിലൊക്കെ മാറ്റം വരുത്തി പഠനത്തിന് അന്ന് മുൻതൂക്കം കരുതുന്ന കാലമൊക്കെ പോയി. ഇന്ന് ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗങ്ങളിലും സ്പോർട്സ് രംഗങ്ങളിലും കലാരംഗങ്ങളിലും വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിനും നല്ല സമൂഹത്തിലേക്ക് വിദ്യാർത്ഥികളെ നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിനുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിനൊക്കെ നമ്മുടെ സ്കൂളിലെ മുൻ അധ്യാപകർക്കും ടീച്ചേഴ്സിനും അതുപോലെ തന്നെ ഇവിടെ നിന്ന് പടിയിറങ്ങിപ്പോയ എല്ലാവരുടെയും നേതൃത്വത്തിൽ സാധിച്ചിട്ടുണ്ട്. ഇന്ന് സ്കൂളിൻ്റെ സ്ഥിതി മാറി നല്ല രീതിയിൽ, അതായത് നേരത്തെ 28 കൂടിയിട്ട് ശീതീകരിച്ച രീതിയിലുള്ള ക്ലാസ് മുറികളൊക്കെയാണ് നമ്മുടെ സജീവയുടെ നേതൃത്വത്തിൽ
വിഭാവനം ചെയ്തു വരുന്നത്. സ്കൂൾ മാനേജർ MS സജീവൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ, വാർഡ് മെമ്പർമാരായ സിൽവി സേവ്യർ, സുധാ ദേവദാസ്, ജോബി കൊടകര, ബിജു കുന്നുംപുറത്ത്, CD ജിന്നി, ED ദീപ്തി, ഷാലി ഷിജിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് മഹാശിവരാത്രി. ശിവക്ഷേത്രങ്ങളിൽ ശിവരാത്രി ആഘോഷങ്ങൾ നടക്കുകയാണ്. തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ആഘോഷിക്കും. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഉദയാസ്തമന പൂജ, അഖണ്ഡനാമജപം, സഹസ്രക്ഷീര മഹാകുംഭാഭിഷേകത്തോടെ ഉച്ചപൂജ, പ്രസാദ ഊട്ട് എന്നിവ നടന്നു. വൈകിട്ട് മേളം, ദീപാരാധന, ദീപക്കാഴ്ച, നൃത്തനടന സന്ധ്യ, അത്താഴപൂജ എന്നിവ നടക്കും. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ ശിക്ഷിച്ചു. എൽത്തുരുത്ത് തറമൽ ഹരീഷ് ചന്തുവിനെയാണ് സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി ഇരിങ്ങാലക്കുട ജഡ്ജി CR രവിചന്ദ്രൻ ശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് ബിജു വാഴക്കാല ഹാജരായി. ഇൻസ്പെക്ടർ പത്മരാജൻ, ER ബൈജു, സുനിൽകുമാർ എന്നിവരാണ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. വരന്തരപ്പള്ളി ആറ്റപ്പള്ളിയിൽ പടക്കം പൊട്ടിത്തെറിച്ച് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. ആറ്റപ്പള്ളി പള്ളത്ത് വീട്ടിൽ ആന്റുവിന്റെ മകൻ ഷാർബൻ, ആറ്റപ്പള്ളി വെളുത്തെടുത്ത് വിശ്വന്റെ മകൻ അദ്വൈത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇക്കുറിയും പുതിയ പാലം എന്ന വാഗ്ദാനവുമായി സ്ഥാനാർത്ഥികൾ വരുമെന്ന പ്രതീക്ഷയിലാണ് കൊടുങ്ങല്ലൂരിലെ ചാലക്കുളം പ്രദേശത്തുകാർ. 7 പതിറ്റാണ്ടിലധികം കാലപ്പഴക്കമുള്ള മേത്തലയിലെ മാണിമക്കത്തോട് പാലം ജീർണാവസ്ഥയിൽ. നീതിന്യായ സംവിധാനത്തിലെ പെൺപെരുമയുമായി കണ്ണകിയുടെ നഗരം. കൊടുങ്ങല്ലൂരിൽ പ്രവർത്തിക്കുന്ന 4 കോടതികളുടെയും ചുമതല വനിതകൾക്കാണെന്നത് യാദൃശ്ചികമായ ആശ്ചര്യം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.